നമസ്കാരം. കർണാടകയിൽ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വളരെ ഒരു ഉദ്വേഗജനകമായ തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു മന്ത്രി രാജിവെച്ചതും എല്ലാം സംബന്ധിച്ചുള്ള ഒരു വാർത്തകൾ തത്വമീ ന്യൂസ് പ്രേക്ഷകരുമായിട്ട് ഇതിനോടകം പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, കർണാടകയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ഈ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇനി ഭരിക്കുവാൻ പോകുന്ന ബാക്കി ഭരണകാലത്ത് കർണാടകയിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ളതാണ്. ഈ ഒരു വിഷയം പ്രത്യേകമായി എടുത്തു പറയുവാനുള്ള കാരണം, സിദ്ധരാമയ്യയുടെ ഭരണകാലത്ത് തന്നെ ഹൈന്ദവർക്ക് നേരെ വലിയ അടിച്ചമർത്തലുകൾ കർണാടകയിൽ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഔറംഗസേബിനെ പ്രകീർത്തിക്കുവാനും ടിപ്പുവിനെ പ്രകീർത്തിക്കുവാനും വേണ്ടി ഉള്ള ചടങ്ങുകൾ ഇസ്ലാമിസ്റ്റുകൾക്കായി ഒരുക്കി കൊടുക്കുക, അതൊരു പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഹൈന്ദവരുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളുമെല്ലാം മനഃപൂർവ്വം തടസ്സപ്പെടുത്തുക, അതിന് നേരെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളെ അതിനെ ലഘൂകരിക്കുക, ഒപ്പം അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ പലപ്പോഴും പിൻവലിക്കുക, ഇത്തരത്തിലുള്ള നടപടികളെല്ലാം സിദ്ധരാമയ്യയുടെ സർക്കാർ തന്നെ എടുത്തിരുന്നു. പക്ഷേ സിദ്ധരാമയ്യയുടെ കീഴിൽ പരമേശ്വര ഉൾപ്പെടെയുള്ളവർ ഭരിച്ചിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിരുന്ന അടിച്ചമർത്തലുകൾ നടപടികളെക്കാൾ അധികം, അല്ലെങ്കിൽ കുറേ കൂടി കൂടുതലായി ഉള്ള അടിച്ചമർത്തലുകൾ ഇനി ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട ഒരവസ്ഥയാണ് കർണാടകത്തിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ DK ശിവകുമാർ മന്ത്രിസഭയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക് ഖാർഗെയാണ്. മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക് ഖാർഗെയും ചരിത്രപരമായി തന്നെ അവരുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തന പദങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ കഴിഞ്ഞ കുറേ കാലമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷങ്ങളായി നിരന്തരം പൊതുവേദികളിൽ ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അപമാനിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ തവണയും കൂടുതൽ ഉത്സാഹം പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തികളാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. കോൺഗ്രസിൻ്റെ ഇസ്ലാമിക പ്രീണനത്തിൻ്റെ ഭാഗമാണത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ഒരു വാശിയോട് കൂടി തന്നെ, ഒരു പക്ഷേ കോൺഗ്രസിൽ മറ്റാരും ചെയ്യുന്നതിനേക്കാൾ ഒരുപടി മുന്നിൽ കടന്ന് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുകയും, ഏറ്റവും ചുരുങ്ങിയത് കുറി കൊണ്ട് നെറ്റിയിൽ തൊടുമ്പോൾ അത് ബലത്തിൽ മാച്ച് കളയുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികൾ മുതൽ മൈക്കിന് മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിശ്വാസങ്ങളെ അപമാനിക്കുക, അത് കപടമാണെന്ന് പറയുക, അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക, നിരന്തരമായി ട്വിറ്ററിലൂടെ പ്രസ്താവനകൾ, ഇതിൻ്റെ മല്ലികാർജുൻ ഖാർഗെ വേദിയിൽ നടത്തുന്ന പ്രസ്താവനകളെക്കാൾ ഒരുപടി കടന്നുള്ള പ്രസ്താവനകൾ ട്വിറ്ററിലൂടെ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിലൂടെ നടത്തുക, ഇതൊക്കെ പ്രിയങ്ക് ഖാർഗെയുടെയും വിനോദങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഹൈന്ദവ വിരോധിയായിട്ടുള്ളൊരു വ്യക്തി എന്ന് വിമർശകർ പറയുന്ന ഈ വ്യക്തി മല്ലികാർജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക് ഖാർഗെയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ എന്നുള്ളതിനപ്പുറം കഴിഞ്ഞ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ IT മിനിസ്റ്ററൊക്കെയായി അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദങ്ങളിൽ മികച്ച നേട്ടങ്ങളുണ്ടാക്കി ബാംഗ്ലൂരിനെ ഇപ്പോഴുള്ളതിൽ നിന്നും വലിയ സിലിക്കൺ വാലിയായി വളർത്തിയതിലൂടെ അല്ല അദ്ദേഹം പേരെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രീണന നയങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രസ്താവനകളിലൂടെ അദ്ദേഹം സ്വന്തമായി തന്നെ ഒരു പേരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സമൂഹം കൂടുതൽ ആശങ്കപ്പെടണമെന്ന് ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഞാൻ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനോട് എതിർ ചേരിയിൽ നിൽക്കുന്ന പലരും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം കൈക്കൊണ്ട നടപടി, ഡിസോർഡർ ട്രാക്കിംഗ് യൂണിറ്റ് എന്നൊരു വിഭാഗമുണ്ട് പോലീസിൽ, DTU. ഈ ഡിസോർഡർ ട്രാക്കിംഗ് യൂണിറ്റിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് വ്യാജ വാർത്തകൾ പരിശോധിച്ച് അതിനെതിരെ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. വളരെ നല്ല കാര്യമല്ലേ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ, ഒരു മേലോട്ടമായി കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ കാലമായി ഈ ഡിസോർഡർ ട്രാക്കിംഗ് യൂണിറ്റ് ചെയ്തിരുന്ന ഏക കാര്യം, ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൈന്ദവ ഉത്സവങ്ങൾക്ക് നേരെ കല്ലേറും ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ, ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഹൈന്ദവോത്സവങ്ങളെ ആക്രമിച്ചു എന്നുള്ള വാർത്തകളെ വ്യാജ വാർത്തകളായി മുദ്രകുത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക. ഇതാണ് ഒരു പ്രധാന ജോലി അവരുടെ. ഈ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൻ പരിശോധിക്കും, ഒന്ന് വിശകലനം ചെയ്യും, എന്നിട്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം പ്രിയങ്ക് ഖാർഗെ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഹൈന്ദവ സമൂഹം കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. ഇപ്പോൾ തന്നെ ഒരു ആശങ്ക നിറഞ്ഞ
സാഹചര്യത്തിലൂടെയാണ് ഹൈന്ദവ സമൂഹം കർണാടകയിൽ കടന്നു പോകുന്നത്. അതിന് ഭാഗികമായി ആ സമൂഹം തന്നെ ഉത്തരവാദികളാണ്. ഭാഗികമായി അതിൻ്റെ ഉത്തരവാദിത്തം BJPയിലെ എല്ലാ നേതാക്കൾക്കുമുണ്ട്. അതിലേക്ക് ഞാൻ അവസാനം വരാം. പക്ഷേ ഇപ്പോൾ പ്രിಯಾಂക് ഖാർഗെയിലേക്ക് തിരിച്ചു വന്നാൽ, പ്രിಯಾಂക് ഖാർഗെ ഒരുപടി കൂടുതൽ പരമേശ്വരയോ മറ്റാരെങ്കിലുമോ പോലീസ് വിഭാഗത്തിനെ കൈകാര്യം ചെയ്തിരുന്നതിനേക്കാൾ ഒരുപടി കടന്ന് ഹൈന്ദവ വിഭാഗത്തിന് നേരെയുള്ള അടിച്ചമർത്തലുകൾ തുടരുമെന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പ്രിಯಾಂക് ഖാർഗെയും അദ്ദേഹത്തിൻ്റെ പിതാവ് മല്ലികാർജുൻ ഖാർഗെയും അവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തന പദമല്ല, അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ഇതിലൊരു ഐറണി നിങ്ങൾക്ക് വ്യക്തമാകും. ഇതിലൊരു ദയനീയത അല്ലെങ്കിൽ അവർ ഇപ്പോൾ കടന്നു പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പരിതാപകരമായ ഒരവസ്ഥ. കാരണം ഈ മല്ലികാർജുൻ ഖാർഗെയുടെ കുടുംബത്തെ ഒന്നാകെ, അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹവും മാത്രം രക്ഷപ്പെടുന്ന തരത്തിൽ അവർ വയലിൽ പണിയെടുക്കുകയായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ അന്ന് തീരെ കുഞ്ഞായിരുന്നു. ആ സമയത്ത് ഹൈദരാബാദിൽ അവരുടെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊന്നതാണ്. ആരാണ് കൊന്നത്? ഹൈദരാബാദിലെ ജിഹാദികളായ റസാക്കേഴ്സ്. ഹൈദരാബാദിനെ പാകിസ്ഥാനോട് ചേർക്കണം എന്നാവശ്യപ്പെട്ട നിസാമിന് വേണ്ടി, ഹൈദരാബാദ് നൈസാമിന് വേണ്ടി അക്രമങ്ങൾ നടത്തിയ ജിഹാദി പട. റസാക്കേഴ്സ് എന്ന ജിഹാദി പട വളരെ കുപ്രസിദ്ധമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൈദരാബാദ് പൂർണ്ണമായും ഭാരതത്തിന് നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായേനെ. അല്ലെങ്കിൽ ഹൈദരാബാദിലെ ഇപ്പോൾ ബാക്കിയുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ പൂർവികർ ഒന്നടങ്കം ഇല്ലാതാവുകയോ ഹൈദരാബാദ് വിട്ട് ഓടിപ്പോകേണ്ടി വരികയോ ചെയ്യുന്നൊരു സ്ഥിതി അവർ അവിടെ ഉരുവാക്കിയേനെ. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഹൈദരാബാദിലൊട്ടോ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ കാലഘട്ടത്തിലാണ് ഈ മല്ലികാർജുൻ ഖാർഗെയുടെ അമ്മയും പെങ്ങളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ പൂട്ടിയിടപ്പെട്ട നിലയിൽ തീ കൊളുത്തി കൊല്ലപ്പെടുന്നത്. മറ്റ് ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. മല്ലികാർജുൻ ഖാർഗെ പലപ്പോഴും അത് ഒരു കണ്ണീരണിഞ്ഞ് അദ്ദേഹം പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം മുമ്പ് വരെ. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം ആരാണ് ആ ഭീകര സംഭവത്തിൻ്റെ ഉത്തരവാദികളെന്ന് ഒരിക്കലും തുറന്നു പറഞ്ഞിരുന്നില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും നിർത്തി. കാരണം ജിഹാദികളുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനുണ്ടായൊരു ദുരനുഭവം പോലും പറയുവാനുള്ള അനുവാദം കോൺഗ്രസ് എന്ന പാർട്ടിയിൽ അദ്ദേഹത്തിനില്ല. അതിൽ അദ്ദേഹത്തിന് പരാതിയുമില്ല. കാരണം അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മനോഭാവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിയുടെ ഒരു വിനീതനായ ജോലിക്കാരനാണ്. പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ ഒരു രത്നച്ചുരുക്കമാണത്. അല്ലെങ്കിൽ എൻ്റെ ഒരു പദാനുപത തർജ്ജിമയല്ല, എൻ്റെ ഒരു വ്യാഖ്യാനമാണത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള മനോഭാവത്തോടു കൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പിതാവും ഏതാണ്ട് അതേ മനോഭാവത്തോടു കൂടി, എന്നാൽ താൻ മോഡേൺ ജെൻസിയോ അല്ലെങ്കിൽ മില്യനലോ ആണെന്നുള്ള, കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42-47 വയസ്സേ ഉള്ളൂ പ്രിಯಾಂക് ഖാർഗെയ്ക്ക്. അദ്ദേഹത്തിൻ്റെ മനോഭാവം ഞാൻ മില്യനലാണ്, എന്നാൽ എൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ മനോഭാവം എന്താണോ, രാഷ്ട്രീയ നയങ്ങൾ എന്താണോ, അത് ആധുനിക രീതിയിൽ കുറേ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രിಯಾಂക് ഖാർഗെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ ഹൈന്ദവ സമൂഹം ആശങ്കപ്പെട്ടേ മതിയാകൂ. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് BJPയിലേക്ക് വരാം. ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, BJPയും ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അവസ്ഥയ്ക്ക് ഭാഗികമായി ഉത്തരവാദികളാണെന്ന്. അതിനു മുമ്പ് ഹൈന്ദവ സമൂഹം എങ്ങനെ അവരുടെ അവസ്ഥയ്ക്ക് ഉത്തരവാദികളായി എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി സംഘടിതമായൊരു വോട്ട് ബാങ്ക് അപ്പുറത്ത് അവർക്കെതിരെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സർക്കാരിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതും വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, പരസ്പരം ജാതി പറഞ്ഞും മറ്റ് പ്രശ്നങ്ങൾ കാരണവും വിഭജിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേതാവിനോടോ അല്ലെങ്കിൽ ഒരു പോളിസിയോടോ ഒരു നയത്തോടോ ഉള്ള എതിർപ്പ് കാരണം BJPക്കെതിരെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുകയും ചെയ്ത് വിഭജിച്ച് നിന്ന് കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഒരുപക്ഷെ സംഘടിതമായ വോട്ട് ബാങ്കിനേക്കാൾ ഉത്തരവാദിത്വം സ്വന്തം തലയിൽ വഹിക്കുന്ന ഒരു സമൂഹമാണ് കർണാടകത്തിലെ ഹൈന്ദവ സമൂഹം. ഭാരതത്തിൽ പല കാലങ്ങളിലായി നിലനിന്നിരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ് കർണാടകയിലുള്ള ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് ഈ ഒരു കെട്ടകാലത്തിൻ്റെ ഉത്തരവാദിത്വം ഭാഗികമായി അവരിലുണ്ട്. ഇനി BJPയുടെ ഭാഗത്തേക്ക് വന്നാൽ അവരുടെ ഭാഗത്തുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ശക്തമായൊരു നേതൃത്വമില്ല. തന്നെയുമല്ല, ഈ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ദേശീയ തലത്തിൽ BJP എന്നുള്ള
പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിനോ പ്രവർത്തനക്ഷമതയ്ക്കോ കാര്യക്ഷമതയ്ക്കോ അല്ലെങ്കിൽ അവർ ഭാരതത്തിന് നൽകുന്ന ഒരു സുരക്ഷയ്ക്കോ ഇതൊന്നും സംബന്ധിച്ച് കർണാടകയിലെ ഹൈന്ദവ സമൂഹത്തിന് യാതൊരു സംശയവുമില്ല. മോദിയുടെ നേതൃത്വത്തിൽ അവർ പരിപൂർണ്ണ തൃപ്തരാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അവർ പരിപൂർണ്ണ തൃപ്തരാണ്. പക്ഷേ പ്രശ്നം പ്രാദേശിക നേതാക്കളാണ്. പ്രാദേശിക നേതൃത്വത്തിൽ യെദ്യൂരപ്പ പ്രായമായി, അദ്ദേഹത്തിന് ഇനിയിപ്പോൾ പഴയ പോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ സാധ്യമല്ല. എല്ലാവർക്കും പ്രായമാകുന്ന പോലെ അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിന് ശേഷം ശക്തമായൊരു നേതൃനിര BJPയിൽ ഇല്ല കർണാടകത്തിൽ എന്നുള്ളതാണ് ദുഃഖകരമായൊരു വസ്തുത. അതുതന്നെയാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു കാരണവും. കാരണം ഇനി ഇവരെ ആക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നയാളെ ആക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കുമോ എന്നുള്ളൊരു സംശയമെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. തേജസ്വി സൂര്യ പോലുള്ള സമർത്ഥരായ മിടുക്കന്മാരായ നേതാക്കൾ അവിടെയുണ്ട്. പക്ഷേ അവർക്ക് പ്രവർത്തന പരിചയം കുറവാണ്. തന്നെയുമല്ല, അവർക്ക് കർണാടകത്തിൽ എതിരിടേണ്ടത് പ്രാദേശികമായിട്ട് രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ് എല്ലാ അടവുകളും പഠിച്ച സിദ്ധരാമയ്യയായിരുന്നു മുൻപ്. അതിലും അപകടകാരിയായ DK ശിവകുമാറാണ് ഇപ്പോൾ. DK ശിവകുമാർ എന്നുള്ള രാഷ്ട്രീയ നേതാവ് വളരെ അപകടകാരിയായ ഒരു എതിരാളിയാണ്, രാഷ്ട്രീയ എതിരാളിയാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസ്യത, അദ്ദേഹം പുലർത്തുന്ന കൂറ്, അതും പ്രത്യേകിച്ച് വ്യാജഗാന്ധി കുടുംബത്തോട്. ഇതിനെ ഒന്നും ചോദ്യം ചെയ്യുവാൻ ഒരു വിമർശകനും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങളോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയോടും നമുക്ക് എതിർപ്പുകളുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശ്വാസ്യത, അതിനെ ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ, പലപ്പോഴും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ ഈ KC വേണുഗോപാലിനെ പോലെ പെരുപ്പിച്ചൊരു പ്രതിച്ഛായയല്ല. പലപ്പോഴും പല സമരസങ്ങൾക്കും സമവായങ്ങൾക്കും പല സമവാക്യങ്ങൾ ഉരുവാക്കിയെടുക്കുന്നതിലും അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, ഒപ്പം തന്നെ കോൺഗ്രസ്സിനോട് വിശ്വാസ്യത പുലർത്തി 2.5 വർഷത്തിനുള്ളിൽ തനിക്ക് നൽകാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇത്രയും ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനുള്ളൊരു മനസ്സ് കാണിച്ച അദ്ദേഹം വളരെ അപകടകാരിയായ ഒരു രാഷ്ട്രീയ എതിരാളിയാണ്. തന്നെയുമല്ല, പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ പരിചയവും അദ്ദേഹത്തിനുണ്ട്. വലിയൊരു പരിചയസമ്പത്തുമായി അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ തന്നെയുമല്ല, കർണാടകത്തിൻ്റെ ഭൂമിക അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അറിയാം. ആ ഭൂമികയിൽ തൻ്റെ ഭൂമിക എന്താണെന്നുള്ളതും അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അത്തരത്തിലുള്ളൊരു എതിരാളിയെ നേരിടുവാൻ പ്രവർത്തന പരിചയവും കാര്യക്ഷമതയും ഒപ്പം തന്നെ നിന്ന നിൽപ്പിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുകളും, അതും നല്ല തീരുമാനങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുമുള്ള യെദ്യൂരപ്പയെ പോലൊരു രാഷ്ട്രീയ നേതാവ് BJPയുടെ തലപ്പത്തില്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അല്പം കഠിനം തന്നെയായിരിക്കും. BJPക്ക് നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് നേരെ ബാധിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാദേശിക BJP നേതൃത്വത്തിനും ഭാഗികമായ ഉത്തരവാദിത്വം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഈ അവസ്ഥയിലും ആശങ്കയിലും ഉണ്ടെന്ന്. എന്തായാലും കർണാടകത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഇനിയും ഏറെക്കുറെ 2 വർഷങ്ങളുണ്ട് DK ശിവകുമാറിൻ്റെ മന്ത്രിസഭ കർണാടകത്തെ ഭരിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ. ഹൈന്ദവ സമൂഹം ഉയരങ്ങളിലേക്ക് പോകുമോ അതോ കൃത്യമായിട്ട് അവരുടെ ഉത്സവങ്ങളെല്ലാം നിർത്തിവെച്ച് ടിപ്പു ജയന്തിക്ക് കൈയടിക്കേണ്ടി വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, DK ശിവകുമാർ വളരെ ആത്മാർത്ഥതയുള്ളൊരു ഭക്തനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിനോടുള്ള ആത്മാർത്ഥത പോലെ തന്നെ അദ്ദേഹത്തിന് ദൈവഭക്തിയിലും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. വളരെ പ്രദർശനപരതയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമാണ് ഏക പ്രതീക്ഷ. പക്ഷേ കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഇനി ഒരു ചോദ്യചിഹ്നമാകാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിലുള്ള വിശ്വാസമാണോ വലുത് അതോ വ്യാജഗാന്ധി കുടുംബത്തിനോടുള്ള വിശ്വാസ്യതയാണോ വലുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉയരുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രിಯಾಂക് ഖാർഗെ പോലെ ഒരു വ്യക്തി ആഭ്യന്തരം കൈയാളുമ്പോൾ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ വിശകലനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.